10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാർട്ടിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാനവികത എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ നമ്മളിവിടെ നോട്ട് ഔട്ട് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മളെല്ലാ പോയിന്റ്സും ഇതിൽ വായിച്ചു വിടുന്നില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നമ്മൾ ഇത് കവറാക്കി പോകുന്നുള്ളൂ. ഓക്കെ, ആദ്യത്തേത് അറിവിൻ്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ്. നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാക്കപ്പെട്ട ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. സ്നേഹം അറിവിൻ്റെ മാത്രം സന്തതിയാണ്. യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും നമ്മിൽ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രചിന്തകനായിട്ടുള്ള റോജർ ബേക്കണിൻ്റെ വാക്കുകളാണിത്. ഓക്കെ, റോജർ ബേക്കൺ, അത് നോട്ടായിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും യൂറോപ്പിലെ എങ്ങനെയാണ് മാനവികത അല്ലെങ്കിൽ ഹ്യൂമനിസം എങ്ങനെയാണ് പോപ്പുലാരിറ്റിയിലേക്ക് എത്തിയതെന്നും എങ്ങനെയാണ് ഇറ്റലിയിൽ നവോത്ഥാനം ഉടലെടുത്തുന്നത് എന്നതുമാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പറയുന്നത്. ഫ്യൂഡൽ അധികാര വ്യവസ്ഥയും അതിൻ്റെ ആശയങ്ങളെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. തൽഫലമായി അവരിൽ പലരും അധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനും വിധേയരായി. ചിലർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. പിൽക്കാലത്ത് എന്താണ് ഈ സ്ഥിതിഗതികളൊക്കെ മാറി മറിയാനായിട്ട് തുടങ്ങി. അപ്പോൾ റോജർ ബേക്കണിൻ്റെ ചിത്രമാണ് വരച്ചിട്ടിരിക്കുന്നത്. അദ്ദേഹം വരച്ചിട്ടുള്ള ഡയഗ്രാം, അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ 14ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. പ്രാചീന യൂറോപ്പിൽ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തോടൊപ്പം മധ്യകാലത്ത് നിലനിന്ന ആശയങ്ങളിൽ നിന്നും വഴിപിരിയാനുള്ള പ്രവണതയും ഇക്കാലത്ത് ശക്തിപ്പെട്ടു. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാവുന്നതാണ് മിഡീവൽ പീരീഡ് അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ ഏറ്റവും ഫ്യൂഡൽ വ്യവസ്ഥയൊക്കെ എന്താണ് അതിൻ്റെ രൂക്ഷമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു അത്. അപ്പോൾ 14ാം നൂറ്റാണ്ടിൽ എന്താണ് യൂറോപ്പിലെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലയിലൊക്കെ മൊത്തത്തിലൊരു ചേഞ്ചസ് ഉണ്ടാവുകയാണ്. ഓക്കെ, അതിൽ നമ്മളെ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനവും അതിൻ്റെ ഒപ്പം ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഗ്രീക്കോ റോമൻ സംസ്കാരം സ്വാധീനിച്ചു. ഓക്കെ, അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളുടെ സവിശേഷതകളായിരുന്നു നമുക്ക് നോക്കാം. മനുഷ്യകേന്ദ്രീകൃതമായിട്ടുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ മാനവികത, നഗജീവിതത്തിൻ്റെ വളർച്ച, കച്ചവടത്തിൻ്റെ പുരോഗതി, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, വ്യക്തി സ്വാതന്ത്ര്യം, യുക്തിചിന്ത, മതേതര മൂല്യങ്ങളുടെ വ്യാപനം, പണാധിഷ്ഠിത സമ്പദ്ഘടന, പ്രാദേശിക ഭാഷയ്ക്ക് ലഭിച്ച പ്രാധാന്യം, കലാശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. ഇത് നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. നമുക്ക് ഇതെന്താ ഓർത്തെടുത്തിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നഗരം ജീവിതം വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കച്ചവടം പുരോഗതി ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. പിന്നെ അവിടെ പണാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെന്താണ് ദേശരാഷ്ട്രങ്ങൾ വളരും, പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം നൽകും. പിന്നെന്താണ് മതേതര മൂല്യങ്ങൾ വ്യാപനം എന്നാണ് ഉറപ്പായിട്ടും യുക്തിചിന്ത ഉണ്ടാവുന്നു. ദെൻ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാവുന്നു. ദെൻ കലാശാസ്ത്ര രംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ കാണാണ്ട് പഠിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. കണക്ട് ചെയ്ത് പോയാൽ അവിടെ സിമ്പിളായിട്ട് വരുന്നതാണ്. ദെൻ എന്താണ് ക്ലാസിക്കൽ സംസ്കാരങ്ങൾ? ഈ സൈഡിൽ നമുക്ക് ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾ, ഇതാണ് ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. BCE 12ാം നൂറ്റാണ്ട് മുതൽ BCE 4ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൻ്റേത്. ഗ്രീക്ക് സംസ്കാരം BCE 12ാം നൂറ്റാണ്ട് മുതൽ BCE 4ാം നൂറ്റാണ്ട് വരെയും, അതുപോലെ BCE 7ാം നൂറ്റാണ്ട് മുതൽ CE 5ാം നൂറ്റാണ്ട് വരെയായിരുന്നു റോമൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണത്. ഓക്കെ, ദെൻ പ്രാചീന റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു ഇറ്റലിയിലായിരുന്നു ഈ മാറ്റങ്ങൾ കൂടുതലുമായിട്ട് പ്രകടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇറ്റലിയിൽ ആവിർഭവിച്ച ഈ മാറ്റങ്ങൾക്ക് ചരിത്രകാരൻ നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ് എന്ന പേര് നൽകി. മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലുള്ള മാറ്റത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നവോത്ഥാനത്തെ പറയാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നവോത്ഥാനം എന്താ നോക്കാം. റിനൈസൻസ് എന്ന വാക്കിന് മലയാളത്തിൽ നവോത്ഥാനം, പുനർജനി എന്നൊക്കെയാണ് അർത്ഥം. 14ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളിൽ ഉണ്ടായ പുനർജനി എന്നാണ് ഇത് കൊണ്ടർത്ഥമാക്കുന്നത്. ദെൻ എന്താണ് 14ാം നൂറ്റാണ്ടിലാണ് നവോത്ഥാനം രൂപപ്പെട്ടിട്ടുള്ളത്. പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നല്ലൊരു സംസ്കാരമായിരുന്നു ഗ്രീക്കോ റോമൻ സംസ്കാരം. നമുക്ക് റോമനെ നമ്മൾ രണ്ടാക്കിയിട്ട് കിഴക്കൻ റോമൻ സാമ്രാജ്യവും പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ്, രണ്ട് സംസ്കാരങ്ങളും തകർന്നു. പിന്നീട് അതിൽ നിന്ന് ആവിർഭവിച്ചിട്ട് വീണ്ടും എന്താണ് ആ ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾ വീണ്ടും ഇവിടെ ഇറ്റലിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി എന്നതിൻ്റെ അടിസ്ഥാനമാണ് ഇവിടെ പറയുന്നത്.
പിന്നീട് ഇറ്റലിയിൽ എന്തുകൊണ്ടാണ് നവോത്ഥാനം വന്നിട്ടുള്ളതിന് കാരണം മറ്റ് യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച് ഇറ്റലിയിൽ എങ്ങനെയാണ് നവോത്ഥാനം രൂപപ്പെടാനുള്ള കാരണം, എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നവോത്ഥാനം രൂപപ്പെട്ടില്ല? അപ്പോൾ അതിനുള്ള കുറച്ച് വിവരങ്ങൾ ഇവിടെ തരുന്നുണ്ട്. അവ കൂടുതൽ സ്വാതന്ത്ര്യവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു. ഇറ്റലി. ഇവിടെയുള്ള ബാങ്കിങ് വ്യാപാരികൾ ബാങ്കിങ്, ഇൻഷുറൻസ് എന്നീ മേഖലയെ കുറിച്ചിട്ട് എന്താണ് വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. ബുക്ക് കീപ്പിംഗ് സമ്പ്രദായം അല്ലെങ്കിൽ വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചതും അക്കൂട്ടത്തിലുള്ളവരായിരുന്നു. അവരിൽ നിരവധി പേർ വാണിജ്യത്തിലൂടെ അതിസമ്പന്നമായി മാറുകയും ചെയ്തു. എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് നോക്കാം. എന്താണ്? ഒരു സ്ഥാപനത്തിന്റെ വരവും ചെലവും ദൈനംദിന അടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനാണ് ബുക്ക് കീപ്പിംഗ്. ഇത് ആരാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഇറ്റലിക്കാരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എന്താണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇറ്റലിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നവോത്ഥാനം രൂപപ്പെടാനായിട്ടുള്ള കാരണം മറ്റ് യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ചിട്ട്. ഓക്കെ. 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ ഉണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെയും തകർച്ചയ്ക്കും മതമേധാവിത്വത്തിന്റെ ശക്തിയെയും കാരണമായി. പിന്നീട് എന്താണ്? വാണിജ്യവൽക്കരണം അവിടെ വരികയും ഫ്യൂഡൽ വ്യവസ്ഥ മൊത്തമായിട്ട് തകരുകയാണ് ചെയ്യുന്നത്. ഇത് സമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരുടെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനും ഇടയാക്കി. വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വാണിജ്യം കൂടുതലായിട്ട് വരുമ്പോൾ, നല്ല വാണിജ്യവൽക്കരണം ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ സമ്പന്നമായിട്ടുള്ള ആൾക്കാർ വരും. അതുപോലെ സമ്പന്നരായിട്ടുള്ള കുറച്ച് ഫാമിലീസ് വരും. ഇറ്റലിയിൽ വളർന്നു വന്നിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾ നമുക്ക് ഇവിടെ നോക്കാം. ഇറ്റാലിയൻ കുടുംബങ്ങളും വളർന്നു വന്ന നഗരങ്ങളും. ഇതൊക്കെ നമുക്കൊരു കോഡ് വെച്ചിട്ട് നോക്കാം. മെഡിച്ചി, ശരിക്കും മെഡിസി എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ, ഇവിടെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഫോഴ്സ, ഫർണീസി, ഓർസിനി, വിസ്കോന്തി. ഓക്കെ. മെഡിസി എന്നുള്ളതിന് നമുക്ക് എന്താണ്? ഫ്ലോറൻസ്. ചില മെഡിസിനൽ ഫ്ലവറൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ മെഡിസിൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതങ്ങനെ വിചാരിക്കാം. മിലാൻ എന്നാലോചിക്കുമ്പോൾ ഫോഴ്സ. മിലാൻ എന്ന് പറയുമ്പോൾ മിലാനിൽ 2 നഗരങ്ങൾ വന്ന്, ഒന്ന് വിസ്കോന്തിയും ഫോഴ്സ അല്ലേ. മിലാൻ എന്നുള്ള ഒരു ആൺകുട്ടിയുടെ പേരെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവൻ ഭയങ്കര ഫോഴ്സ് ആണ് എല്ലാ കാര്യത്തിലും. അതുപോലെ അവനൊരു കോന്തനാണെന്ന് ആലോചിച്ചാൽ നമുക്കത് മിലാനിലാണ് കിട്ടും. അതുപോലെ നേപ്പിൾസ് അവിടെ തന്നെ ഓർസിനി. ഓക്കെ. ഇറ്റാലിയൻ കുടുംബമായിട്ടുള്ള ഓർസിനി എവിടെയാണ്? നേപ്പിൾസ്. അപ്പം നമുക്ക് ആപ്പിളും ഓറഞ്ചും, ഓറഞ്ചിലെ ഓർസിനി എന്നും നേപ്പിൾസ് ആപ്പിളിലെ ആപ്പിൾസോട്ട് എടുക്കാം. ദെൻ ഫർണീസി, പാർമ. അതിൽ ഫറും എടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത് എന്ന് പറയുന്നത്, ഇറ്റാലിയൻ കുടുംബങ്ങൾ. നെക്സ്റ്റ് എന്താണ്? കുരിശുയുദ്ധങ്ങൾ എന്ന് നോക്കാം. വിശുദ്ധ നാടായെന്ന് കരുതപ്പെടുന്ന ജെറുസലേമിനായിട്ട് ഇസ്ലാം മതവിശ്വാസികളും അതുപോലെ ക്രൈസ്തവരും തമ്മിലുള്ള നടന്ന യുദ്ധങ്ങളാണ് ഇത്. ഏഷ്യയുടെയും യൂറോപ്പിന്റെയും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ജീവിതത്തിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. CE 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയാണ് ഇതിന്റെ കാലഘട്ടം. ടോട്ടൽ 8 കുരിശുയുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ട് എന്താണ്? 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയാണ് ഇത് കൂടുതലായിട്ടും നടന്നിട്ടുള്ളത്. മധ്യകാലത്ത് നടന്ന കുരിശുയുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള എന്താണ്? സംസ്കാര വിനിമയത്തിന് വഴിതെളിച്ചിട്ടുണ്ടായിരുന്നു. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം ഇവരുമായിട്ട് എന്താണ്? ഇറ്റാലിയൻ നഗരങ്ങളുമായിട്ട് പരിചയത്തിലായി. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. ഇസ്ലാമിക സാമ്രാജ്യം, ബൈസാന്റിയൻ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യബന്ധത്തിലൂടെ വൻതോതിൽ സമ്പത്ത് എന്താണ്? ഇറ്റലിയിലോട്ട് ഒഴുകി. കാലാന്തരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റലിയൻ നഗരങ്ങളുടെ കച്ചവടങ്ങളുടെ നിയന്ത്രണത്തിലായി. മെയിനായിട്ട് ഇറ്റലി എന്ന് പറയുന്ന ആ രാജ്യം മെഡിറ്ററേനിയൻ സീയിലേക്ക് തള്ളി നിൽക്കുന്നതാണ്. അപ്പോൾ ഏതൊരു വ്യാപാരവും എങ്ങനെയാണ്? ഇറ്റലിയിലൂടെ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഈ കുരിശുയുദ്ധം നടന്ന സമയത്ത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ആ വാണിജ്യത്തിന്റെ ഒരു ഇതും അതുപോലെ സംസ്കാരങ്ങളൊക്കെ എന്താണ്? പരസ്പരം കൈമാറി. സോ അവിടെ ഉറപ്പായിട്ടും ഇറ്റലിയിൽ എന്തായിരിക്കും? മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അവർ സമ്പന്നരായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ 14-ാം നൂറ്റാണ്ടിൽ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ടുള്ള ബ്യൂബോണിക് പ്ലാഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഡെത്ത് ആണ് നമ്മൾ സയൻസിൽ പഠിക്കുന്നതാണ്. അതാണ് ബ്യൂബോണിക് പ്ലാഗ് എന്ന് പറയുന്നത്. ഇതോട് കൂടിയിട്ട് എന്താണ്? കുറേ ആളുകൾ മരിക്കുകയും ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും കാരണമാകുന്നു. കാരണം അവിടെ കൃഷി ചെയ്യാനായിട്ടുള്ള ആളുകൾ ഉണ്ടാവുന്നില്ല, കുറേ പേര് മരണപ്പെടുന്നു. ശേഷം ഇവർ എന്താണ്? കൃഷിയിടങ്ങളിൽ പണി ചെയ്യാൻ ആളുകൾ ഇല്ലാതായിരിക്കുകയും പിന്നീട് ഈ ആൾക്കാരൊക്കെ എങ്ങോട്ട് പോകുന്നു? ഇറ്റലിയിലോട്ട് പോകുന്നു. വാണിജ്യ കേന്ദ്രമായിട്ടുള്ള ഒരു മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്കും ഇത് വഴിയൊരുക്കി. നിലവിലുണ്ടായിരുന്ന മരുന്നുകൾ പ്ലാഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ അവർ വീണ്ടും എങ്ങോട്ട് പോയി? ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങി. പിന്നീട്
എന്താണ് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ച് ഇത് മാനവികതയിലേക്ക് വഴി തുറന്നു. ഓക്കെ, അപ്പം മാനവികത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. മനുഷ്യ മൂല്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. മറ്റ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും യാതൊരു പ്രാധാന്യം നൽകുന്നില്ല. ഫ്യൂഡൽ വ്യവസ്ഥിതിയെ എന്താണ് മൊത്തത്തിൽ അട്ടിമറിക്കുന്നതായിരുന്നു ഈ ഒരു മാനവികത. അവരുടെ ചിന്തയും കാഴ്ചപ്പാടും ഒക്കെ എന്താണ് മാറിത്തുടങ്ങുന്നു. ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളും എന്താണ് ഇതിലേക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലൊരു ബ്ലാക്ക് ഡെത്ത് നോക്കിക്കാം. 1347 1351 ഇടയിലാണ്. ഇതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അതാണ് നമ്മൾ ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ നിസ്സാരമാണ് കാര്യങ്ങളൊക്കെ എന്താണ് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ 1347 1350 ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലേഗ് എന്ന മഹാമാരിയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ, അതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്കറിയാലോ എലിച്ചെള്ളിൽ നിന്നാണ് ഈ പ്ലേഗ് ഉണ്ടാകുന്നത്. ഈ വാണിജ്യവൽക്കരണ സമയത്ത് കപ്പലിൽ നിന്ന് എലികളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ എലിച്ചെള്ള്. അതെന്തിനാണ് ബ്ലാക്ക് ഡെത്ത് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നഗരങ്ങളിൽ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയ ജനങ്ങളിൽ പൗരബോധവും എല്ലാം വളർന്നു. പ്രാചീന റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലി പ്രചരിപ്പിച്ചു. പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. തൽഫലമായി പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ എന്നിവയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ദെൻ കോമൺ ആയിട്ടുള്ള ഇറ്റാലിയൻ ഭാഷയിലോട്ടൊക്കെ എന്താണ് അവർ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. കൂടുതൽ ആൾക്കാരായിട്ട് ഇത് വായിക്കാനായിട്ടും അവരുടെ ചിന്തകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. ദെൻ കെട്ടിടാവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും കലയെ സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇതൊക്കെ കാരണമായി. ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അവർ വീണ്ടും കണ്ടുകെട്ടി അതെന്താണ് സൂക്ഷിച്ചു വെക്കുന്നു. പിന്നെ നമുക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സമ്പന്നരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ ഇടവക ദേവാലയങ്ങൾ മൂടിപ്പിടിപ്പിക്കുകയും സന്യാസി മഠങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ദെൻ ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങളിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന പൗരധർമ്മമായിട്ട് ഇതാക്കി. മിലാൻ, റോം, വെനീസ്, ഫ്ലോറൻസ്. 1453 തുർക്കികൾ കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. ഓക്കെ, അത് വർഷം നോട്ട് ഔട്ട് ചെയ്യണം. ദെൻ പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കയ്യെഴുത്ത് പ്രതികൾ കൈവശമുണ്ട്. നിരവധി പണ്ഡിതരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. സോ അവരെന്ത് ചെയ്യുന്നു, അവർ ഇറ്റാലിയൻ നഗരിലേക്ക് നീങ്ങുന്നു. ദെൻ മധ്യകാലത്ത് സർവകലാശാലയിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങൾ പഠനം ഗ്രന്ഥശാലയിലേക്കും കൂടി വ്യാപിക്കാനായിട്ട് തുടങ്ങുന്നു. ദെൻ അവരുടെ കയ്യിലുണ്ടാകുന്ന പുസ്തകം ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് നല്ല അറിവ് പകർത്തുന്നത് തന്നെയായിരിക്കും. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്. ഇനി നമ്മൾ ഇത്രയും ഭാഗം പഠിച്ചത് ഇറ്റലിയിൽ എങ്ങനെയാണ് നവോത്ഥാനം അല്ലെങ്കിൽ ഹ്യൂമനിസം രൂപപ്പെട്ടതെന്നും ഹ്യൂമനിസം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും അതിൻ്റെ ആ വഴികളും കാര്യങ്ങളും പറഞ്ഞു. ഇറ്റലിയിൽ എന്തുകൊണ്ടാണ് നവോത്ഥാനം രൂപപ്പെട്ടതെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. നെക്സ്റ്റ് നമ്മൾ മനുഷ്യൻ കേന്ദ്രമാകുന്ന ഈ ഒരു ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ട, അതായത് ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം എന്നീ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുന്ന മാനവികത വാല്യൂസും അല്ലെങ്കിൽ അതിൻ്റെ മുന്നുണ്ടാവുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഡിഫറൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ കേന്ദ്രമാകുന്ന ഭാഗത്ത് പറയുന്നത് മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്നത് സ്കോളാസ്റ്റിസിസം എന്നറിയപ്പെടുന്ന തത്വശാസ്ത്രമായിരുന്നു. ഓക്കെ, മിഡീവൽ പീരീഡിലെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന തത്വശാസ്ത്രം എന്തായിരുന്നു? സ്കോളാസ്റ്റിസിസം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് അവർ കൂടുതലായിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് മൂല്യം കൊടുക്കുന്നത്. പരലോകത്തിനും അതുപോലെ എന്താണ് ദൈവത്തിനും പരലോകത്തിനുമാണ് അവർ കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ അവർ തത്വശാസ്ത്രത്തെയും വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ഐഡിയാസൊക്കെ എപ്പോഴും എന്താണ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ ഹ്യൂമനിസം വന്നതോട് കൂടിയിട്ട് ഹ്യൂമനിസം എന്നൊരു ആശയം വന്നതോട് കൂടിയിട്ട് മനുഷ്യനിൽ എന്താണ് കൂടുതലായിട്ട് അവർക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. സ്പിരിച്വൽ ആയിട്ടുള്ള വാല്യൂസിനൊന്നും എന്താണ് അധികം പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല. കൂടുതലായിട്ട് അന്വേഷണങ്ങൾ, പരീക്ഷണങ്ങൾ, സയൻറ്റിഫിക് സ്റ്റഡീസിനൊക്കെയാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയിട്ടുണ്ടാകുന്നത്. മനുഷ്യനും മനുഷ്യ മൂല്യങ്ങൾക്കും ഇഹലോകത്തിനുമാണ് ആര് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്? ഈ നമ്മുടെ ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത പ്രാധാന്യം നൽകിയിട്ടുണ്ടാകുന്നത്. ഓക്കെ, അവർ മതത്തിൻ്റെ ആധിപത്യത്തെ എന്താണ് ചോദ്യം ചെയ്യുന്നത് ഉണ്ടായിരുന്നു. ദെൻ ഇക്കാലത്ത് പ്രാചീന ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വർദ്ധിച്ച താല്പര്യത്തോടെ വായിച്ചു. പ്രാചീന തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിലിന്റെ ആശയങ്ങൾ അറബികൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. അരിസ്റ്റോട്ടിൽ എന്താണ് ഗ്രീക്ക് തത്വചിന്തകനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് നോക്കാം. പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ.
തൻ്റെ ആശയങ്ങൾ നവോത്ഥാന കാലത്ത് പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും പശ്ചാത്തലമൊരുക്കി. 12-13 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ അരിസ്റ്റോട്ടിലിന്റെ കൃതികൾ ലത്തീനും പ്രാദേശിക ഭാഷയിൽ വിവർത്തനം ചെയ്ത് പ്രചരിക്കപ്പെട്ടു. സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യം പഠനങ്ങളുടെ വ്യാപ്തിയും ഇതിന് കാരണമായി. അതിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ സ്കൊളാസ്റ്റിസിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തത്വശാസ്ത്രമായിരുന്നു ഹ്യൂമനിസം വരാനായിട്ട് മുന്നേ മെഡീവൽ പീരീഡിൽ ഉണ്ടായിട്ടുള്ളത്. ശേഷം ഹ്യൂമനിസം വന്നതുകൂട്ടി ഒരുപാട് കാര്യങ്ങൾക്ക് എന്താണ് മാറ്റങ്ങൾ വന്നിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ എന്താണ് ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾ ാണ് കൂടുതൽ പ്രാധാന്യം. അതായത് ഓൾറെഡി അത് നശിച്ചു പോയതാണ്, പക്ഷെ അവർ നിലനിന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ വീണ്ടും എന്താണ് അഡോപ്റ്റ് ചെയ്തിട്ട് അതുപോലെ ആക്കി കൊണ്ടുവരികയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. മാനവികവാദികൾ പ്രാദേശിക ഭാഷയിൽ കൃതികൾ രചിക്കുകയും ഗ്രീക്കോ റോമൻ ശൈലി ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അവർക്ക് പ്രധാന പ്രചോദനം പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾ ആയിരുന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. ഗ്രീക്കോ റോമൻ കല ദൈവത്തെയും സമ്പന്നരും ശക്തരുമാണ് ചിത്രീകരിച്ചിരുന്നത്. രൂപങ്ങൾ പൂർണ്ണ സാധ്യതയുടെ ആവിഷ്കരണമാണ് അവർ ശ്രമിച്ചത്. എന്നാൽ നവോത്ഥാന മനുഷ്യരുടെ സ്വാഭാവികത ചിത്രീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഗ്രീക്കോ റോമൻ കാലത്തൊക്കെ എന്താണ് അതുപോലെ ഫുള്ളായിട്ട് അഡോപ്റ്റ് ചെയ്തില്ലെങ്കിലും അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ എന്താണ് ഗ്രീക്കോ റോമൻ കല ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയും ചിത്രീകരിച്ചുവെങ്കിലും രൂപങ്ങൾ പൂർണ്ണ സാധ്യതയിൽ ആവിഷ്കരിക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ നവോത്ഥാനത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ സ്വാഭാവികതയോട് ചിത്രീകരിക്കാനാണ് ഇവർ ചെയ്തിട്ടുള്ളത്. നവോത്ഥാന കാലത്തെ കലാ സാഹിത്യ സൃഷ്ടികൾക്ക് ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. മാനവികത പിൽക്കാലത്ത് ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങിയ എല്ലാ മേഖലകളിൽ നിന്നാണ് പ്രചോദനം സ്രോതസ്സുമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ മാറ്റങ്ങളാണ് നവോത്ഥാനം പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ മധ്യകാല ചിത്രവും നവോത്ഥാന കാലത്തെ ചിത്രവും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പോയിന്റ്സ് ഒക്കെ കിട്ടാവുന്നതാണ്. വലിയ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് കുറച്ചും കൂടിയും ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടായിരിക്കും നവോത്ഥാന ചിത്രം. മറ്റത് ജസ്റ്റ് ഒരു ലേഡി ആണെങ്കിൽ ലേഡി, കുട്ടിയാണെങ്കിൽ കുട്ടി. പക്ഷെ അവരുടെ മുഖത്ത് ഫേഷ്യൽ എക്സ്പ്രഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇവിടെ ചിത്രത്തിൽ നമുക്ക് എന്താണ് അവരുടെ ഓരോ കാര്യങ്ങളും അവരുടെ മുഖത്ത് വിഷമാണോ സന്തോഷമാണോ എന്നൊക്കെയുള്ള എന്താണ് കറക്റ്റ് എന്താണ് ഡെപ്പിറ്റ് ചെയ്തിട്ട് അവർ വെക്കുന്നുണ്ട് നവോത്ഥാന ചിത്രം. അപ്പോൾ അത്രയേ ഉള്ളൂ, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മളത് മനസ്സിലാക്കി വെക്കുക എന്നതാണ് എന്നുള്ളത്. നവോത്ഥാന കാലത്തിൻ്റെയും മെഡീവൽ പെയിൻറ്റ്സും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഒറിജിനാലിറ്റി ആയിരിക്കും കൂടുതൽ, അതുപോലെ മനുഷ്യൻ്റെ അനാറ്റമിക്കൊക്കെ എന്താണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നതാണ് നവോത്ഥാന കലകളുടെ ഇത് പറയുന്നത്. ആ ഒരു ഏരിയയിൽ അത്ര തന്നെ പറയുന്നുള്ളൂ. പിന്നെന്താണ് വർണ്ണങ്ങൾ, ഓയിൽ പെയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ നവോത്ഥാനം. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ, നല്ല വരയ്ക്കാരെ എങ്ങനെ വരയ്ക്കുന്നു അതുപോലെയാണ് നവോത്ഥാന ചിത്രകല. മുന്നേ ഉള്ളത് എന്താണ് നോർമലായിട്ട് ഒരാൾക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതുപോലെ പറയുന്നു. വലിയൊരു അഡ്വാൻസ് ലെവലിലേക്ക് അത് പോകുന്നില്ല. ദെൻ ചിത്രകല എന്താണെന്ന് നോക്കാം. നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖലയാണ് ചിത്രകല. എന്താണ് ഭയങ്കര സൂക്ഷ്മമായിട്ടാണ് അവർ വരച്ചിരുന്നത്. അനാട്ടമി അല്ലേ, അനാട്ടമീനെ കുറിച്ചിട്ടൊക്കെ നല്ല അറിവുള്ളത് കൊണ്ട് തന്നെ അവർ ഓരോ കാര്യങ്ങളും എന്താണ് നല്ല വ്യക്തമായിട്ടാണ് അവർ വരച്ചിരുന്നത്. ഇഹലോകത്തെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചിരുന്നു. മാനവികതയുടെ സ്വാധീനം കാരണം കലാസൃഷ്ടികൾ കൂടുതൽ എന്താണ് കൃത്യതയോടെയും യഥാർത്ഥത്തോടെയും ചേർന്ന് നിൽക്കുന്നത് ആയിരുന്നു. ദൈവസിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രമേയങ്ങളാണ് തങ്ങളുടെ സൃഷ്ടി കലാകാരന്മാർ പൊതുവെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷേ എന്താണ് അവരുടെ ചിത്രങ്ങളിൽ കൂടുതലായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് കാണാമായിരുന്നു. എന്തൊക്കെയാണ് ഭൂദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു, വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ, മനുഷ്യചര്യത്തിന്റെ യഥാർത്ഥ ചിത്രീകരണമായിരുന്നു, എണ്ണച്ചയത്തിന്റെ ഉപയോഗം, ഛായാചിത്രങ്ങൾ, ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ ചിത്രീകരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് ആൾക്കാരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ നോട്ടിലേക്ക് എഴുതി വയ്ക്കാൻ വേണം, അല്ലെങ്കിൽ മറന്നു പോവും. കാരണം നമുക്ക് ഇതിൽ ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായിട്ടുള്ള ജിയോവന്നി ബെല്ലിനി വരച്ച അഗ്നി ഇൻ ദ ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന എന്ന ചിത്രമാണ്. ഒലീവ് പർവ്വതത്തിൽ ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യനും അദ്ദേഹത്തിന്റെ സമയത്ത് ഉറങ്ങുന്നു. ക്രിസ്തുവിനെ പിടികൂടാൻ റോമൻ പടയാളികൾ വരുന്നതും പശ്ചാത്തലത്തിൽ കാണാം. അപ്പോൾ എന്താണ് ജിയോവന്നി ബെല്ലിനി വരച്ച ചിത്രത്തിന്റെ പേരാണ് അഗ്നി ഇൻ ദ ഗാർഡൻ, അല്ലെങ്കിൽ പൂന്തോട്ടത്തിലെ വേദന. അപ്പോൾ ജിയോ വന്നു. നമുക്ക് ജിയോ സിം ഇപ്പോൾ ഭയങ്കര വലിയ സംഭവമാണല്ലോ. അപ്പോൾ ജിയോ വന്നു ആരാണ്? അഗ്നി ഇൻ ദ ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന. മറ്റ് സിംകാർക്കൊക്കെ എന്താണ് ഭയങ്കര വേദനയായി ജിയോ വന്ന സമയത്ത് അല്ലേ. സ്റ്റാർട്ടിങ്ങിലൊക്കെ അവർ ഭയങ്കരമായിട്ട് ഓഫറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അഗ്നി ഇൻ ദ ഗാർഡൻ അല്ലേ, പൂന്തോട്ടത്തിലെ വേദന നമുക്ക് ജിയോവന്നി ബെല്ലിനിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായിട്ടുള്ള പിയറോ ഡെല്ല ഫ്രാൻസ്ക അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇരട്ട എണ്ണ ചിത്രമാണ് ഡിപ്സ്റ്റിക് ഓഫ് ഫെഡറിക്കയും ഡാ മോണ്ട ഫെൽഡ്രോയും. പിന്നെ എന്താണ് ബാറ്റിസ്റ്റ
ഫോസയും. അപ്പോൾ പിയറോ ഡെല്ല ഫ്രാൻസ്കയുടെ എന്താണ് പിയറോ ഡെല്ല അല്ലേ, നമ്മൾ ഡോറേനൊക്കെ പറയുന്ന പോലെ പിയറോ ഡെല്ല, ഓക്കെ ഡോറ. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഇരട്ട എണ്ണച്ച ചിത്രമാണ് ലിപ്സ്റ്റിക് ഓഫ് ഫെഡറിക്കോ. അപ്പോൾ ലിപ്സ്റ്റിക് ഓഫ് ഫെഡറിക്കോ എവിടെ നിന്നാണ് ലിപ്സ്റ്റിക് കൊണ്ടുവന്നിരിക്കുന്നത്? ഫെഡറിക്കോ എന്ന്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഓഫ് ഫെഡറിക്കോ എന്ന് കിട്ടും. അതുപോലെ ബാറ്റിസ്റ്റ ഫോഴ്സ അല്ലേ, നമ്മൾ നേരത്തെ ഇറ്റാലിയൻ നഗരങ്ങൾ പഠിച്ചിട്ട് നമ്മൾ ഫോഴ്സ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ബാറ്റിസ്റ്റ ഫോഴ്സ ഇവിടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പിയറോ ഡെല്ലയോടെയാണ് ലിപ്സ്റ്റിക് ഓഫ് ഫെഡറിക്കോയും ബാറ്റിസ്റ്റ ഫോഴ്സയും അദ്ദേഹത്തിൻ്റെതാണ്. ദെൻ ജിയോട്ടോയുടെ ചിത്രങ്ങളാണ് ഗ്രീക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായിട്ടുള്ളത്. അപ്പോൾ ജിയോട്ടോ ഏത് ചരിത്രകാരനെ നോക്കിക്കാൻ, നമ്മളുടെ നവോത്ഥാന കാലത്ത് ചരിത്രകാരന്മാരായിട്ടുള്ള ആളാണ് ജിയോട്ടോ. ഗ്രീക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത് ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലായിരുന്നു. പിൽക്കാലത്ത് ചിത്രകലാ രംഗത്തേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വന്തം ചിത്രകാരൻ മസാച്ചിയോ ആയിരുന്നു. അപ്പോൾ ജിയോട്ടോയും മസാച്ചിയോയും മറക്കാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ ചുമചിത്രങ്ങൾ വൃത്താകാരത്തിലുള്ളതും പ്രതലത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിരുന്നു. ദൈനംദിന ജീവിതത്തിൽ പിറന്ന മനുഷ്യരൂപങ്ങളുടെയും തന്മയത്തോടെ അദ്ദേഹം ചിത്രീകരിച്ചു. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്ത്യത്താഴം, മൊണാലിസ നമുക്കറിയാവുന്നതാണ്. അതെന്താണ് പിന്നെ ലിയോണാർഡോ ഡാവിഞ്ചി പറഞ്ഞില്ല നമ്മൾ അന്ത്യത്താഴം, മൊണാലിസ. പിന്നെന്താണ് കൂടുതലായിട്ട് യേശു ക്രിസ്തു എന്താണ് തൻ്റെ ശിഷ്യരോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതം, ഭയം, കുറ്റബോധം എന്നിവ പറയുന്നു അല്ലേ. നിങ്ങളിലുള്ള ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നു. സോ ആ സമയം അന്നേരം അവരുടെ മുഖത്തുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അന്ത്യ അത്താഴത്തിൽ പ്രതിഫലിക്കുന്നത് മനുഷ്യ വികാരങ്ങളാണ് അന്ത്യ അത്താഴത്തിൽ പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ. ദെൻ മൊണാലിസയുടെ നിഗൂഢമായിട്ടുള്ള മുഖഭാവം എന്താണ് നമുക്ക് ഡാവിഞ്ചിയുടെ അതിൽ പറയുന്നുണ്ട്. ദെൻ എന്താണ് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകൾ തട്ടിൽ വരച്ച ചുമർചിത്രങ്ങളും അന്ത്യവിധി മൈക്കലാഞ്ചലോ എന്ന മറ്റൊരു പ്രതിഭാശയെ അനശ്വരമാക്കുന്നു. ഇവരൊക്കെ എന്താണ് നവോത്ഥാന കാലത്ത് പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരാണ്. നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റു ചരിത്രകാരന്മാരെന്ന് പറയുന്നത് ടിഷ്യനും റാഫേലും. ടിഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ശിഷ്യനായിട്ട് എടുക്കാം. റാഫേൽ തന്നെ ആയിട്ട് എടുക്കേണ്ടി വരും. മനുഷ്യനെ വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരായുമായി റാഫേൽ ചിത്രീകരിച്ചു. അപ്പോൾ റാഫേലിൻ്റെയും ടിഷ്യൻ്റെ ചിത്രീകരണത്തിനെ പറ്റി പറയുന്നില്ല. മൈക്കൽ ആഞ്ചലോയുടെ പുസ്തകവും അതുപോലെ നമുക്ക് ജിയോട്ടോ, മസാച്ചിയോ, ലിയോണാർഡോ ഡാവിഞ്ചി, പിന്നെ അതുപോലെ ജിയോവന്നി ബെല്ലിനി, പിയറോ ഡെല്ല ഫ്രാൻസിസ്ക, ഇത്തരത്തിലുള്ള കുറേ ആൾക്കാരുടെ പേര് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെന്താണ് പിന്നെ ടിഷ്യൻ്റെയും റാഫേലിനും നമുക്ക് അധികം പഠിക്കാനായിട്ട് ഇല്ല. അപ്പോൾ മൈക്കൽ ആഞ്ചലോയുടെ അന്ത്യവിധിയും എന്താണ് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുഖത്തട്ടി വരച്ച ചുമചിത്രങ്ങളിലെ അന്ത്യവിധിയും മൈക്കലാഞ്ചലോ എന്ന മറ്റൊരു അല്ലേ അന്ത്യവിധിയും ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് ആരുടെയായിരുന്നു? മൈക്കലാഞ്ചലോ. ഓക്കെ, അല്ലെങ്കിൽ അന്ത്യവിധി മൈക്കലാഞ്ചലോയുടെ ആയിരുന്നു. അന്ത്യ അത്താഴം ആരെയാണ്? ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ആയിരുന്നു. ഓക്കെ, മൊണാലിസയും. ദെൻ ശില്പകലയിലേക്ക് കടന്നു വരുമ്പോൾ ഡൊണാൾഡെല്ലോനെയും മൈക്കലാഞ്ചലോ, ഈ എല്ലാ ഏരിയാസിലും ആര് കടന്നു വരുന്നുണ്ടെന്ന് ആലോചിക്കുക? മൈക്കലാഞ്ചലോ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ശില്പകല അല്ലെങ്കിൽ സ്കൾപ്ചറിൽ നമ്മൾ അറിയണം ഡൊണാൾഡെല്ലോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. വായിക്കാം. എന്താണ് മധ്യകാല ഗോതിക് ശൈലിയിൽ നിന്നും ശില്പകലയെ മധ്യകാലത്തെ ഗോതിക് ശൈലിയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഇതാണ് പറയുന്നത്. ആരാണ്? ഡൊണാൾഡെല്ലോയുടെ കാര്യമാണ് പറയുന്നത്. ഒരു കാലിൽ തൻ്റെ ശരീരഭാരം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരനായിട്ടുള്ള ദാവീദ് എന്ന വെങ്കല ശില്പിയുടെ അവതരിപ്പിച്ചു. ദാവീദ്, ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു കാലിക്ക് എന്താണ് ഫുൾ ശരീരഭാരം നിൽക്കുന്ന ഒരു ചിത്രമാണ് കാണിക്കുന്നത്. ഗോതിക് ശൈലി ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? മധ്യകാലഘട്ടത്തിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഗത്താമെലാത്ത എന്ന കുതിരപ്പുറത്തിരിക്കുന്ന യോദ്ധാവിൻ്റെ ശില്പവും ഇദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ ഡൊണാൾഡെല്ലോയുടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഗത്താമെലാത്തയും അതുപോലെ ദാവീദ്. അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളാന്ന് കൂടി ആലോചിച്ചാലും മതി, ഡൊണാൾഡെല്ലോ, ദാവീദ്, ഗത്താമെലാത്ത. ദെൻ നെക്സ്റ്റ് വന്ന് മൈക്കലാഞ്ചലോടെയാണ്. മൈക്കലാഞ്ചലോയുടെ ഏതൊക്കെയാണ്? പിയത്തയും. പിയത്ത എന്താണ്? യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മടിയിൽ, മേരിയുടെ മടിയിൽ ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. പിന്നെന്താണ്? വീരനായിട്ടുള്ള ദാവീദിൻ്റെ ശില്പവും എന്താണ് മൈക്കലാഞ്ചലോയുടേതാണ്. അപ്പോൾ വീരനായിട്ടുള്ള മൈക്കലാഞ്ചലോ ആണെങ്കിൽ വീരനായിട്ടുള്ള ദാവീദാണെങ്കിൽ അത് മൈക്കലാഞ്ചലോയുടെയും, അതുപോലെ പിയത്തയാരുടെയാണ്? മൈക്കലാഞ്ചലോയുടെയും ആണ്. ഡൊണാൾഡെല്ലോയുടെ ആണെങ്കിൽ ദാവീദ് ഉണ്ട്, അതുപോലെ എന്താണ് ഗത്താമെലാത്തയുണ്ട്. ഈ പിയത്ത എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയുടെ മടിയിട്ടല്ലേ പാല് കുടിക്കുന്നത്, അപ്പോൾ പിയ എന്നല്ലേ പറയുന്നത്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്താലും കിട്ടും. നെക്സ്റ്റ് നമ്മൾ
വാസ്തുവിദ്യയിൽ വരുമ്പോൾ നമ്മൾ ആർക്കിടെക്ചർ വരുമ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് ആൾക്കാരുടെ കാര്യങ്ങളെ പറയുന്നുള്ളൂ. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും പുറമെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വെച്ച മറ്റൊരു ഏരിയ ആയിരുന്നു ഇത്. ഫിലിപ്പോ ബ്രൂണലസ്കി വാസ്തുവിദ്യ രംഗത്ത് പുതിയ ശൈലിക്ക് ഫിലിപ്പോ ബ്രൂണലസ്കി മധ്യകാലത്ത് നിലനിന്നിട്ടുള്ള ഗോതിക് വാസ്തുവിദ്യ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രാചീന ഗ്രീക്കോ റോമൻ ക്ലാസിക്കൽ ശൈലിയുടെ സ്വാധീനം അദ്ദേഹം ഫ്ലോറൻസിൽ നിർമ്മിച്ചുള്ള കത്തീഡ്രലിൽ കാണാം. ഫ്ലോറൻസിൽ നിർമ്മിച്ചുള്ള കത്തീഡ്രലിൽ കാണാം. ഗോതിക് ശൈലിയിൽ ഉയർന്ന ഗോപുരങ്ങൾക്ക് പകരം താഴികക്കുടങ്ങളായിരുന്നു. അതാണ് പറയുന്നത്. ഓക്കെ, ഗോതിക് ശൈലിയിൽ എങ്ങനെയാണ് ഉയർന്ന ഗോപുരങ്ങളായിരുന്നു ഗോതിക് ശൈലിയുടെ പ്രത്യേകത. ഇവിടെ എന്താണ് നമ്മൾ ഗ്രീക്കോ റോമനിൽ വരുമ്പോൾ നമ്മൾ അതാണ് താഴികക്കുടങ്ങളായിട്ട് എടുക്കുന്നു. പിന്നെ അത് അദ്ദേഹത്തിൻ്റെതാണ് കത്തീഡ്രലിലെ ഫ്ലോറൻസിൽ നിർമ്മിച്ചുള്ള കത്തീഡ്രൽ. അത് ബ്രൂണലസ്കിയുടെ ആയിരുന്നു. പേര് പഠിച്ചു വയ്ക്കുക. ദെൻ മൈക്കലാഞ്ചലോ വീണ്ടും നമ്മൾ മൂന്നാമത്തേൽ വന്നു. മൈക്കലാഞ്ചലോടൊപ്പം ആരുണ്ട്? ബ്രഹ്മാന്തയും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ളതായിരുന്നു സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഇത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വർക്കായിരുന്നു. അപ്പോൾ ഈ 3 ഏരിയയിലും നമ്മൾ പ്രധാനപ്പെട്ടിട്ടും മൈക്കലാഞ്ചലോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അന്ത്യവിധി നമ്മളുടെ ചിത്രകലയിൽ വരുന്നുണ്ട്. അതുപോലെ ശില്പകലയിൽ പിയത്തയും മൈക്കലാഞ്ചലോയുടെ ദാവീദും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആർക്കിടെക്ചർ അല്ലെങ്കിൽ വാസ്തുവിദ്യയിൽ നമ്മൾ മൈക്കലാഞ്ചലോയും ബ്രഹ്മാന്തോയും രണ്ടാളും കൂടി പണികച്ച സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയും വരുന്നുണ്ട്. അപ്പോൾ മധ്യകാലത്തെ ഗോതിക് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് താഴികക്കുടങ്ങൾ വെച്ചിട്ടുള്ളതായിരുന്നു വാസ്തുവിദ്യയിൽ വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളാണ്. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്ന നക്ഷത്രങ്ങൾക്കല്ല നമുക്ക് തന്നെയാണ്. ഇത് പ്രശസ്തമായിട്ടുള്ള നമ്മളെ ഇംഗ്ലീഷ് സാഹിത്യകാരനായിട്ടുള്ള വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായിട്ടുള്ള ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ വരികളാണ്. അന്നത്തെ കാലത്ത് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അന്നത്തെ മാറ്റങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ സാഹിത്യത്തിലേക്ക് കടന്നു. നവോത്ഥാന സാഹിത്യം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പാരഗ്രാഫിലേക്ക് വരികയാണെങ്കിൽ നവോത്ഥാന കാലത്ത് ശ്രദ്ധേയനായിട്ടുള്ള സാഹിത്യകാരനായിരുന്നു. അപ്പോൾ സാഹിത്യത്തിലേക്ക് നമ്മൾ കടന്നു. നവോത്ഥാന കാലത്ത് ശ്രദ്ധേയനായിട്ടുള്ള സാഹിത്യകാരനായിരുന്നു ഡിവൈൻ കോമഡിയുടെ ദാന്തെ. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കാം. നരകം, ശുദ്ധീകരണ സ്ഥലം, അതിൻ്റെ ആവശ്യം നമുക്കില്ല. പിന്നെന്താണ് ഡിവൈൻ കോമഡി, ഇറ്റലിയിലെ പ്രാദേശിക ഭാഷയിലാണ് ദാന്തെ ഡിവൈൻ കോമഡി രചിച്ചത്. അപ്പോൾ ദാന്തയുടെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ഒരു കൃതിയാണ് ഇത്, ഡിവൈൻ കോമഡി. ഓക്കെ, ദെൻ മറ്റൊരു വിശ്വപ്രസിദ്ധ സാഹിത്യകാരനാണ് പെട്രാർക്ക് മാനവികതയുടെ പ്രധാന പ്രചാരകരിൽ ഒരാളായിരുന്നു. എന്താണ് അദ്ദേഹം ലോറയ്ക്ക് എഴുതിയിട്ടുള്ള പ്രണയഗീതങ്ങൾ ധീരവ് പെട്രാർക്കിൻ്റെയാണ്. ലോറയ്ക്ക് എഴുതിയിട്ടുള്ള പ്രണയഗീതങ്ങൾ പെട്രാർക്കിൻ്റെതാണ്. ദെൻ ഡെക്കാമറൺ കൃതിയും രചിതമായ ബൊക്കാച്ചിയോടാണ്. മറ്റൊരു വിഖ്യാത നവോത്ഥാന ബൊക്കാച്ചിയോടെ ആയിരുന്നു ഡെക്കാമറൺ. പിന്നെന്താണ് പെട്രാർക്കിൻ്റെയാണ്. അദ്ദേഹം ലോറയ്ക്ക് എഴുതിയിട്ടുള്ള പ്രണയഗീതങ്ങൾ. ഓക്കെ, ഇതാണ് പെട്രാർക്കിൻ്റെ. ഡെക്കാമറൻ്റെ എന്തായിരുന്നു? ബൊക്കാച്ചിയോ അല്ലേ. നമ്മൾ കോക്കാച്ചിനൊക്കെ കാണുമ്പോൾ നമ്മളെന്താണ് ക്യാമറയിൽ കൂടെ നോക്കുന്നു എന്ന് ഞാനൊരു വേറെ ചാനലിൽ നിന്ന് കണ്ടിട്ട് മനസ്സിലാക്കിയതാണ് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ പ്രിൻസ് ആരുടെയാണ്? നിക്കോള മാക്കവെല്ലി അല്ലേ. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ മാക്കിയവെല്ലി എന്നൊക്കെ പേരിടും. അപ്പോൾ ഒരു രാജാവിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരായിരിക്കും ദ പ്രിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിക്കോള മാക്കവെല്ലിയുടെയാണ് പ്രിൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഓരോ രാജാവും ക്രൂരതയില്ലാതെ കരുണാർദ്ദൻ എന്ന സൽപ്പേര് ആഗ്രഹിക്കണം. അതേസമയം ആ കരുണ മറ്റാരും ദുരുപയോഗം ചെയ്യാതിരിക്കാനും അദ്ദേഹം ശ്രദ്ധിക്കണം. അതിനാൽ തൻ്റെ ജനങ്ങൾക്കിടയിൽ ഐക്യം വിശ്വസ്തയും നിലനിർത്തുന്നതിന് വേണ്ടി ക്രൂരൻ എന്ന പേര് കേൾക്കേണ്ടി വന്നാൽ അത് ഒരു രാജാവ് വകവെക്കേണ്ടതില്ല. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ഭരണാധികാരികളെ എങ്ങനെയാവണം, ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഭരണാധികാരികൾക്ക് നല്ലൊരു പേരുണ്ടാവുള്ളൂ എന്നൊക്കെ ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ ഫ്യൂഡൽ ഭരണാധികാരിയിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഒരു ഭരണാധികാരിയായിരുന്നു മാക്കിയവെല്ലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ദ പ്രിൻസ്. പെട്രാർക്കിൻ്റെ ആണെങ്കിൽ ലോറയ്ക്ക് എഴുതിയിട്ടുള്ള പ്രണയഗീതങ്ങൾ. ഡെക്കാമറൺ ആരുടെയാണ്? ബൊക്കാച്ചിയോ. ദാന്തയുടെ ആയിരുന്നു ഇത് ഡിവൈൻ കോമഡി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ജൂലിയസ് സീസർ എന്ന നാടകം ഷേക്സ്പിയറുടെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാക്കിയവെല്ലിയുടെ ഈ ഒരു ടാഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ കസാന്ദ്ര ഫെഡലെ, നമുക്ക് സാന്ദ്രേനെ എടുത്തു കഴിഞ്ഞാൽ കസാന്ദ്ര ഫെഡലെ, ഇവരും ഇവരും നവോത്ഥാന കാലത്തിലെ ഒരു സാഹിത്യകാരന്മാരായിരുന്നു.
കൃതികൾ എഴുതിയിട്ടുള്ളവരായിരുന്നു. ഓക്കെ, കസാന്ദ്ര സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും പിന്നെന്താണ് സ്ത്രീകൾക്ക് നൽകേണ്ട പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കസാന്ദ്ര ഫെഡലയും കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടിയിട്ടായിരിക്കാം മേ ബി ടെക്സ്റ്റ് ബുക്ക് ഇത്രയും ഇലബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് എന്താണ് കുറച്ചും കൂടി കോഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് പോവും. അപ്പോൾ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഏരിയാസ് ആണ്. അപ്പോൾ സാഹിത്യകാരന്മാർ കൃതിരാജ്യം, സാഹിത്യകാരന്മാർ ഇറാസ്മസിൻ്റെയാണ് ഇൻ പ്രൈസ് ഓഫ് ഹോളി നെതർലാൻഡ്. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്യുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹിത്യകാരൻ ഇറാസ്മസ്, അത് നമുക്ക് ക്രിസ്തുമസ് ആയിട്ട് എടുക്കാം. പിന്നെ ഇൻ പ്രൈസ് ഓഫ് ഹോളി അല്ലേ, ക്രിസ്തുമസും ഹോളിയും അല്ലേ, അതൊക്കെ നമുക്ക് എന്താണ് ഭൂമിയിലല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ നെതർലാൻഡ് അല്ലേ, ഭൂമിയിലല്ലേ, ലാൻഡിലല്ലേ. അപ്പോൾ നെതർലാൻഡിലുള്ളതാണ് ആരൊക്കെ, സാഹിത്യകാരനായിട്ടുള്ള ഇറാസ്മസും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള ഇൻ പ്രൈസ് ഓഫ് ഹോളി. അപ്പോൾ ക്രിസ്തുമസ്, ഹോളി അത് ലാൻഡിലാണ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ജെഫ്രി ചോസറിൻ്റെയാണ് കാൻറ്റർബറി കഥകൾ ഇംഗ്ലണ്ട്. അപ്പോൾ ജെഫ്രി ചോസർ അല്ലേ. അപ്പോൾ നമ്മൾ ജെഫ്രി ചോസർ കാൻറ്റർബറി കഥകൾ ഇംഗ്ലണ്ട് എങ്ങനെ വെക്കുക, നമുക്ക് കാഡ്ബറി ഡയറി മിൽക്ക് അല്ലേ, അതൊക്കെ നമുക്ക് എന്താണ് ഇംഗ്ലണ്ടിലാണ് ഉണ്ടാക്കുന്നതെന്നും, അതുപോലെ ചോസർ നമ്മളിപ്പോൾ മിൽക്കി ബാറിൻ്റെ ചൂ കിട്ടും, അതുപോലെ ഇവിടെ നമുക്ക് ചൂ അല്ലേ, കാഡ്ബറിയാണ് മിൽക്കി ബാറിൻ്റെ ഒക്കെ വരുന്നത്. അപ്പോൾ കാഡ്ബറി കഥകൾ ഇംഗ്ലണ്ടിലെ ജെഫ്രി ചോസറിൻ്റെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ തോമസ് മൂർ ഉട്ടോപ്പിയ ഇംഗ്ലണ്ട്. തോമസ് മൂർ നമുക്ക് മോരിൽ ഉപ്പിട്ടത് എവിടെയാണ്, ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ടിലാണ് മോരിൽ ഉപ്പിട്ടുള്ളത്. അവിടെ പോകുമ്പോഴാണ് നമ്മൾ കുടിക്കുന്നത് വിചാരിക്കാം. ദെൻ മിഗോൾ ഡെ സെർവാന്തെ കിഹോട്ട് സ്പെയിൻ, ഡോൺ കിഹോട്ട് സ്പെയിൻ. ഓക്കെ, സ്പെയിനിൽ. അപ്പോൾ എന്താണ് സെർവൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഡോണുകളൊക്കെ അല്ലേ സെർവൻറ്റിന് വെക്കുന്നത്, എവിടെയാണ്, സ്പെയിൻ അല്ലേ, സ്പെയിനിൽ. ഫ്രാൻസോ റാബലെ ഗ്രാൻഡ്വാനും, ഫ്രാൻസോ റാബലെ. അപ്പോൾ ഫ്രാൻസോ റാബലേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, പാൻറ് ഇട്ടിട്ട് അല്ലേ, ഫാൻസ് അല്ലേ, ഫ്രാൻസോ റാബലയിൽ ഫ്രാൻസാന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതുപോലെ എന്താണ്, എന്തിട്ടാണ് ഫാൻസ് ഒക്കെ എങ്ങനെയാണ്, പാൻറ്റും അല്ലേ, പാൻസ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നതെന്ന് നോക്കി വെക്കാം എന്താണ്. അപ്പോൾ കോഡ് ഇഷ്ടമുള്ളവർക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പഠിക്കാം. കോഡ് പഠിച്ചാലായിരിക്കും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുക, അപ്പോൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അന്നത്തെ സമയത്ത് പിന്നീട് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. കുറേ ആൾക്കാരുടെ പേരും അവരുടെ വർക്കുകളാണ്. കുറേയൊക്കെ നമുക്ക് അറിയുന്നതാണ്, കുറേയൊന്നും നമുക്ക് ഇതൊക്കെ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നതൊക്കെ പലർക്കും പുതിയതാണ്. എനിക്ക് ഇത് പുതിയതാണ്, മുന്നേ ഉള്ളതൊന്നും പുതിയതല്ല. ബിഗിനേഴ്സിന് അതൊക്കെ പുതിയതായിരിക്കാം. പഠിച്ച് ഏകദേശം വന്നവർക്കൊക്കെ ഈ ടേബിൾ കുറച്ച് പുതിയതാണ്. അപ്പോൾ എന്താണ്, നെക്സ്റ്റ് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു അല്ലേ. 14-ാം നൂറ്റാണ്ടിൽ നവോത്ഥാനം ഉണ്ടായത്, ഫ്യൂഡലിസം തകർന്നു എന്നും, പിന്നെ നവോത്ഥാന സാഹിത്യം കാര്യങ്ങൾ, പല രംഗങ്ങളിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഏതൊക്കെ ഏരിയയിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, ഏതൊക്കെ ആൾക്കാരാണ് ഇതിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്, പ്രധാനപ്പെട്ട ആൾക്കാരുടെ വ്യക്തികളുടെ വർക്ക് കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. നെക്സ്റ്റ് പറയുന്നത് നമുക്ക് അച്ചടി യന്ത്രം അല്ലേ. ഈ സമയത്ത് 15-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ അച്ചടിശാല, ഓക്കെ, ഏത് സമയത്താണ്, 15-ാം നൂറ്റാണ്ടിൽ ഗൂട്ടൻബർഗ് അല്ലേ, ജോഹന്നാസ് ഗൂട്ടൻബർഗാണ് അച്ചടിശാല നിർമ്മിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളത് കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ പോകേണ്ട ആവശ്യമില്ല. പിന്നെന്താണ് പറയുന്നത്, നവോത്ഥാനവും ചരിത്രവും. ഇത് നവോത്ഥാനം സാഹിത്യം പഠിച്ചു. ദെൻ നവോത്ഥാനം ചരിത്രവും. അപ്പോൾ നവോത്ഥാനം ചരിത്രത്തിൽ നമ്മൾ ലോക ചരിത്രത്തിനെ 3ആയിട്ട് മാറ്റുന്നുണ്ട്. പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം. CE 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമുണ്ട്, CE 15-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടം പറയുന്നുണ്ട്. അപ്പോൾ CE 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം പ്രാചീന കാലം എന്നും, തുടർന്ന് 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം മധ്യകാലം എന്നുമാണ് പറയുന്നത്. എന്താണ്, CE 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം പ്രാചീന കാലം എന്നും, ശേഷം വരുന്നത് 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം മധ്യകാലം എന്നും, 15-ാം നൂറ്റാണ്ടിന് ശേഷം വരുന്നതാണ് ആധുനിക കാലം എന്നും പറയുന്നു. ഓക്കെ, ഇറ്റാലിയൻ ചരിത്രകാരനായിട്ടുള്ള ഫ്ലാവിയോ ബിയോണ്ടയും ലിയാനാർഡോ ബ്രൂണിയുമാണ് ഇത് ആവിഷ്കരിച്ചിട്ടുള്ളത്. ആരാണ്, ഫ്ലാവിയോയും അതുപോലെ ബ്രൂണിയും. ഓക്കെ, ഫ്ലാവിയോ ബ്രൂണി, ഓക്കെ, ഫ്ലാവും അതുപോലെ ബ്രൂണിയും കൂടിയിട്ടാണ് ഇറ്റാലിയൻ ചരിത്രകാരന്മായിട്ടുള്ള ഈ ലോക ചരിത്രം ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ്, മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കും മാറ്റം ചരിത്രരചനയിൽ പ്രതിഫലിച്ചു.
ചൈത്ര സംഭവങ്ങൾക്ക് ദൈവ സൃഷ്ടിയാണെന്നും ചൈത്രന്റെ ഗതി നിർണ്ണയിക്കുന്നത് അതിശക്തിയാണെന്നുമുള്ള കാഴ്ചപ്പാട് മധ്യകാലത്തുണ്ടായിരുന്നത് അല്ലേ. എല്ലാതും എന്താണ് ഗോഡ് സെന്റേഡ് ആയിട്ടുള്ള അപ്രോച്ചിലൂടെയാണ് മധ്യകാലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്താ ചരിത്രകാലത്തും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വരുന്നു. ഓക്കെ, അതിനോടുള്ള സയന്റിഫിക്കൽ പ്രൂഫും കാര്യങ്ങളും സ്റ്റഡീസൊക്കെ നടത്തേണ്ടതായിട്ട് വന്നു. കൃത്യമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ തുടങ്ങിയ സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങൾക്കും പുരോഹിതമായ ജീവിതങ്ങൾക്കും ഉപരി മനുഷ്യജീവിതം ചരിത്രരചനയുടെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറി. പിന്നെന്താണ് ദിനവൃത്താന്തം എന്താന്ന് നോക്കാം. രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ കൊട്ടാര ചരിത്രകാരന്മാർ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പോൾ എന്താണ് അവർ ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ എഴുതുന്നതിനാണ് ദിനവൃത്താന്തം എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി പറയുന്നത്. പിന്നീട് പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്രരചനയിൽ സുപ്രധാനമായിട്ടുള്ള സ്ഥാനം ലഭിച്ചിരുന്നു. മാനവികതയുടെ കടന്നുവരവ് വഴി ചരിത്രരചനയിൽ വിമർശകർക്കും സ്ഥാനം ലഭിച്ചു. കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കും പഠനത്തിനും എന്താണ് പ്രാധാന്യം നൽകി. മാക്കിയെവെല്ലിയും നവോത്ഥാന ചരിത്രത്തിനെ എന്താണ് സമ്പന്നമാക്കി. അപ്പോൾ എന്താണ് ദൈവസൃഷ്ടിയാണെന്ന് മാത്രമാണ് മധ്യകാലം പറയുന്നത്. എന്തൊരു കാര്യം ചെന്നെത്തിയാലും ദൈവത്തിലെത്തിക്കുന്നു. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, നവോത്ഥാനം വന്നതിന് ശേഷം എന്താണ് ഒക്കെ സയന്റിഫിക്കലി സ്റ്റഡീസും കാര്യങ്ങളും മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തിട്ട് പോകുന്നുണ്ടാകുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നവോത്ഥാനവും ശാസ്ത്രവും. 1609 ശാസ്ത്രത്തിന്റെ പ്രകാരം ഉദിച്ചു ഉയരാൻ ആരംഭിച്ചു. പാദുവ നഗരത്തിലെ തന്റെ ഗൃഹത്തിൽ ഇരുന്നുകൊണ്ട് ഗലീലിയോ സൂര്യ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നതെന്നും തെളിയിക്കാൻ ശ്രമം ആരംഭിച്ചു. ഓക്കെ, അപ്പം ജർമ്മൻ നാടകകൃത്തായിട്ടുള്ള ബെർത്തോൾഡ് ബ്രെക്റ്റിന്റെ ഗലീലിയോയുടെ ജീവിതം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിന്റെ പ്രാരംഭവാക്യം. ഓക്കെ, അതിൽ നിന്നുള്ളതാണ് ഇത് എഴുതിക്കുന്നത്. അപ്പം ആരാണിത്? ബെർത്തോൾഡ് ബ്രെക്റ്റി. ഓക്കെ, ഗലീലിയോ അല്ലേ. ഗലീലിയോ എന്താണ്? ഭൂമിയല്ല കേന്ദ്രം, സൂര്യനാണ് കേന്ദ്രം എന്ന് തെളിയിക്കാനുള്ള ശാസ്ത്രം ആരംഭിച്ചു. അപ്പം നമുക്കിവിടെ കണക്ട് ചെയ്യാൻ ബെർത്തോൾഡ് അല്ലേ. പുതിയൊരാശയം എന്താണ്? ബെർത്ത്, ഉടലെടുക്കുകയാണ്. ഗലീലിയോയുടെ ജീവിതം അല്ല, ഗലീലിയോയുടെ ജീവിതം പുതുതായിട്ട് ബെർത്ത് ചെയ്യാണ്. അപ്പം അതങ്ങനെ പഠിക്കുകയാണെങ്കിൽ ബെർത്തോൾഡ് എന്നാണെന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെന്താണ് നമുക്ക് ഇവിടെ മെയിനായിട്ട് ഈ ഒരു ഏരിയയിൽ പറയുന്നത്, നമുക്ക് നവോത്ഥാന കാല ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ആസ്ട്രോണോമി അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം. ഓക്കെ, ഇതെന്താ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നാണ് ടോളമി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് 16-ാം നൂറ്റാണ്ട് വരെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയി. എന്നാൽ പോളണ്ടുകാരനും പുരോഹിതനുമായിട്ടുള്ള കോപ്പർനിക്കസ് വന്നിട്ട് ഇതിനെന്ത് ചെയ്തു? ചോദ്യം ചെയ്തു. കോപ്പർനിക്കസ് വന്ന് ചോദ്യം ചെയ്തു. അങ്ങനെയല്ല, ഓക്കെ, പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല എന്നും സൂര്യനാണെന്ന് അദ്ദേഹം വാദിച്ചു. ശേഷം എന്താണ് കോപ്പർനിക്കസിന്റെ വിപ്ലവകരമായിട്ടുള്ള കണ്ടുപിടുത്തത്തിലൂടെ എന്താണ് ഗലീലിയും ജോഹന്നാസ് കെപ്ലറും കൂടിയിട്ട് എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. കാരണം അവർ പഠനങ്ങൾ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഭൂമിയല്ല കേന്ദ്രം, സൂര്യനാണെന്ന്. ഓക്കെ, 17-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഐസക് ന്യൂട്ടന് ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചു. ഗലീലിയോ താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്താൽ എന്താണ് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ, ശനിയുടെ വലയങ്ങൾ എന്നിവ കണ്ടെത്തി. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ പറയുന്നത് ഗലീലിയോയുടെ ജീവിതം ആരാണ് എഴുതിയിട്ടുള്ളത്? ബെർത്തോൾഡ് ബ്രെക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നവോത്ഥാന വൈദ്യശാസ്ത്രരംഗത്ത് പൊതുവായി ശാസ്ത്രരംഗത്ത് പ്രത്യേകിച്ച് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. സ്വിറ്റ്സർലൻഡുകാരനായിട്ടുള്ള പാരസെൽസ് ആണ് രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുന്നത്. അവയിൽ പാരസെൽസസ് രോഗങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തി. അതൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ അവസാനിക്കാനായി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് മത നവീകരണം അല്ലെങ്കിൽ റിഫോർമേഷൻ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പാപവിമോചന പത്രം വിൽക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആൾക്കാർ പാപം ചെയ്തു കഴിഞ്ഞാൽ ഈ പുസ്തകം വാങ്ങിക്കഴിഞ്ഞാൽ പാപം തീരും. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് പള്ളികൾ ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് എന്താണ് പണം ശേഖരിക്കാനും പറ്റും ഈ കത്തീഡ്രൽ സഭയ്ക്ക്. സോ എന്ത് ചെയ്യുന്നു? അത് നിർത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഇറാസ്മസിനെ പോലുള്ള മാനവികവാദികൾ രചിച്ച ആക്ഷേപഹാസ്യങ്ങളും കൃതികളും ജോൺ വൈക്ലിഫ്, ജോൺ ഹസ്, സവോനാറോള തുടങ്ങിയവരുടെ വിമർശനം കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായിരുന്നു. ഓക്കെ, അവരുടെ പേര് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, മനസ്സിലാക്കിയാൽ മതി ആരൊക്കെയായിരുന്നു. അപ്പോൾ പാപവിമോചന പത്രം എന്ന സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. ശേഷം എന്താ ചെയ്യുന്നത്? ജോഹാൻ ടെറ്റ്സ് എന്ന ഡൊമിനിക്കൻ സന്യാസി ജർമ്മനിയിൽ എത്തി പാപവിമോചന വിൽപ്പന പ്രതിഷേധിച്ച് ജർമ്മൻ വിറ്റംബർഗിലെ ദേവാലയ വാതിലിൽ എത്തിയിട്ട് എന്ത് പറഞ്ഞു? വിൽപ്പനയ്ക്കായിട്ട് ജോഹാന ടെറ്റ്സ് എന്ന ഡൊമിനിക്കൻ സന്യാസി ജർമ്മനിയിൽ എത്തി. ഈ ഒരു സംഭവം വിൽക്കാനായിട്ട്
പിന്നെ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 1517 മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ 95 പ്രബന്ധങ്ങൾ 95 theses അല്ലേ 95 പ്രബന്ധങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ മാർട്ടിൻ ലൂതർ. ഓക്കെ, 1517 അദ്ദേഹം വന്നു. ഇത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മതനവീന പ്രസ്ഥാനത്തിന് ആരംഭമായി. എന്നാണ് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം അല്ലേ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ആയിരിക്കാം. പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗങ്ങൾ ആയി. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ലാറ്റിൻ ഭാഷയിലാണ് ഇത് കൂടുതലായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താണ് കുറച്ച് ആൾക്കാർ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്താണ് കോമൺ ലാംഗ്വേജിലേക്ക് ആക്കി. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് എന്താണ് ഈ സംഭവം മോശമാണെന്ന് മനസ്സിലായി. ദെൻ എന്താണ് ആ ഒരു ഇൻ്റലിജൻസ് ആ പാപവിമോചന പത്രം നിർത്തണം എന്ന് പറഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെന്താണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് മതനവീകരണം. അതായത് പിന്നെന്താണ് സ്വിറ്റ്സർലാൻഡിൽ ഉൾറിച്ച് സിംഗ്ലിയും ജോൺ കാൽവിൻ എന്നിവരും ഇംഗ്ലണ്ടിൽ രാജാവായിട്ടുള്ള ഹെൻറി എട്ടാമനുമാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകി. മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ജോൺ കാൽവിനും അതുപോലെ സ്വിറ്റ്സർലാൻഡിൽ ഉൾറിച്ച് സിംഗ്ലിയും ആണ് അതുപോലെ ജോൺ കാൽവിനുമാണ് ഇതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. രാജാവായിട്ടുള്ള ഹെൻറി എട്ടാമനും മതനവീകരണത്തിന് പ്രാധാന്യം നൽകിയെന്നും അപ്പോൾ ഇത് ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായിട്ടുള്ള ആംഗ്ലിക്കൻ സഭ അല്ലെ നിലവിൽ വന്നു. ഇത് ദേശീയ സഭ എന്നും അറിയപ്പെട്ടു. ഓക്കെ, രാജാവ് തലവനായിട്ടുള്ള ആംഗ്ലിക്കൻ സഭ അല്ലെങ്കിൽ എന്താണ് ദേശീയ സഭ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് കൗണ്ടർ റിഫോർമേഷൻ അല്ലെങ്കിൽ എന്താണ് മത നവീകരണം. മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കണം എന്ന ശ്രമങ്ങൾ ആരംഭിച്ചുവല്ലോ. ഇതാണ് പ്രതിമത നവീകരണം എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വടക്കൻ ഇറ്റലി ട്രെഡ് സഭ ഒരു സമ്മേളനം നടത്തി. പിന്നെന്താ പറയുന്നത് ഇതിൻ്റെ വിൽപ്പന നിരോധിച്ചു. പാടില്ലാത്ത പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇൻഡെക്സ് തയ്യാറാക്കി. സ്പെയിൻകാരനായിട്ടുള്ള ഇഗ്നേഷ്യസ് ലയോള എന്ന പുരോഹിതൻ സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് ആരാണ് സ്ഥാപിച്ചിട്ടുള്ളത്? സൊസൈറ്റി ഓഫ് ജീസസ് ഓൺവേഡ് നമുക്ക് ആലോചിക്കുന്നതാണ്. സൊസൈറ്റി ഓഫ് ജീസസ് ആരാണ് സ്ഥാപിച്ചത്? ഇഗ്നേഷ്യസ് ലയോളയാണ്. ഇതിലെ അംഗങ്ങൾക്ക് കർശനമായിട്ടുള്ള നടപടികളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. മതനവീകരണം കത്തോലിക്ക മതനവീകരണം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ആംഗ്ലിക്കൻ സഭ ദേശീയ സഭ എന്നും അതുപോലെ എന്താണ് നമ്മളുടെ പ്രതിമത നവീകരണം കത്തോലിക്ക സഭ മതനവീകരണം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. കുറച്ച് ആൾക്കാരുടെ പേരുകളും അവരുമായിട്ടുള്ള വാക്കുകളും എന്തൊക്കെ ഏരിയാസിലാണ് അവർ അവരുടെ കൃതികൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം ഇതൊരു ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ അല്ല. പക്ഷെ നമ്മൾ കുറച്ച് കോഡുകളും കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചാൽ ഭയങ്കര ഈസി ആയിട്ട് പോകുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ ലാസ്റ്റ് കൂടി ഒന്ന് പറയാം. ഗ്രീക്കോ റോമൻ കാലം മുതൽക്ക് നിന്ന മാനവിക ആശയങ്ങളുടെ വികാസ പരിണാമ ഘട്ടമാണ് നവോത്ഥാന കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള ഇറ്റലിയിലാണ് നവോത്ഥാനം രൂപപ്പെട്ടിട്ടുള്ളത്. അതിൽ ഫ്ലോറൻസ് ആണ് പ്രധാനപ്പെട്ടുള്ള വാണിജ്യ നഗരം. ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് പ്രധാനപ്പെട്ടിട്ടും നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. നവോത്ഥാനം എന്താണെന്ന് മനസ്സിലായി. മനുഷ്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് മാനവികത എന്ന് മനസ്സിലായി. അപ്പോൾ നവോത്ഥാനം ഏതൊക്കെ ഏരിയാസിലാണ് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ആൾക്കാരാണ് അതിൽ കൂടുതൽ കൃതികൾ നൽകിയിട്ടുള്ളത് ഒക്കെ നമ്മൾ ഇതിൽ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇത് കുറച്ച് ടഫായിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു കോഡ് വെച്ച് പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ പറയുന്നത് ഈ ചാപ്റ്ററിൽ. താങ്ക് യു.